നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്ന് നമുക്ക് നോക്കാം. അതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ കമ്മിറ്റ്മെൻറ്റിൻ്റെ മീനിങ് നിങ്ങൾ ആലോചിച്ചെടുക്കാം. ഓക്കെ, അതായത് സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്ക് നമുക്ക് പറയാം. നിങ്ങൾ മാരേജബിൾ അല്ലെങ്കിൽ സിംഗിൾസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഡൈവേഴ്സി ആവാം, അല്ലെങ്കിൽ നിങ്ങൾ വിഡോവർ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് മാരേജ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് വരുമോ നോക്കാം. അല്ല, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണ്, ലൈക്ക് നിങ്ങൾ മാരീഡ്, നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, അങ്ങനത്തെ എക്സ്ട്രാ മാരിറ്റൽ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾ തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് വന്നുകൂടാ എന്നൊന്നുമില്ല. ബട്ട് എന്നാലും സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചിട്ട് ഓക്കെ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. സോ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുമോ എന്ന് നമുക്ക് നോക്കാം. സിംഗിൾസിനും ആവാം, ഈവൻ ആർക്കും ആവാം. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഓക്കെ ആൻഡ് അതിന് കമ്മിറ്റ്മെൻറ്റ് വരുമോ എന്ന് നോക്കാം ആൻഡ് അവരുടെ ഫീലിങ്സ് ആയിട്ടും പറയാം. ഓക്കെ, സോ ലെറ്റ്സ് സീ നമുക്ക് റീഡിങ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. ഓക്കെ ഓക്കെ ആദ്യം നമുക്ക് ഫീലിങ്സ് എടുക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, ആദ്യം പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ അല്ലേ. ഓക്കെ, ഫീലിങ്സ്. വാവ്, ഏസ് ഓഫ് സോൾസ്, ആസം, ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, സിക്സ് ഓഫ് വാൻഡ്സ്, ഹെർമിറ്റ്, സൺ ഓഫ് കപ്സ്. ഓക്കെ, ഫീലിങ്സിൽ ഇവിടെ എനിക്ക് കാണുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ട്രൂത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, സത്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വളരെ ജെന്വിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും നല്ലൊരു ഫെയ്ത്ത്ഫുൾ കണക്ഷൻ, ട്രൂത്ത്ഫുൾ കണക്ഷൻ അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ എടുക്കണം, ചിന്തിക്കാൻ മാത്രമല്ല ആക്ച്വലി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, ചെയ്യും അവർ എന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും അവർ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ കമ്മിറ്റ്മെൻറ്റ് തരുമോന്നാണ്. യെസ്, കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ്. ഓക്കെ, ഇവിടെ തന്നെ എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ഫീലിങ്സിൽ തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആയിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു നിങ്ങൾക്കൊരു ക്വീനായിട്ട് എടുക്കേണ്ട, ക്വീൻ അല്ലെങ്കിൽ കിങ് രണ്ടും ആവാം. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഇതെനിക്ക് പറയാൻ കിട്ടാത്തത്, ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ആയിപ്പോവും നമുക്ക്. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളൊരു മാരീഡ് പേഴ്സൺ എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മാരീഡ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളെ അവർ കാണുന്നത് നിങ്ങളെ ഒരു ശരിക്കും മാരേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു മാരേജ് ചെയ്ത് നിങ്ങളെ കൂടെ വേണം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന ലെവലിലാണ് ചിന്തിക്കുന്നത്. ആൻഡ് ഇവിടെ അഗെയിൻ സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. സോ മാരേജിൻ്റെ കാർഡ് തന്നെയാണ്, വീണ്ടും വിക്ടറി എന്ന രീതിയിലാണ്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, കമ്മിറ്റഡ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതാണ് അവരുടെ ഫീലിങ്സിൽ കാണുന്നത്. ഓക്കെ, അവർക്ക് മേ ബി അവർ നിങ്ങളോട് ഇതൊന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, അവർ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, മനസ്സിൽ അവർ തീർച്ചയായിട്ടും ഇതൊക്കെ കിടക്കുന്നുണ്ട്. അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല, സൈലൻ്റ് ആയിരിക്കാം. ഓക്കെ, അവർ പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ളത് അവർക്ക് നിങ്ങളുമായിട്ട് സക്സസ് വേണമെന്ന്. ആ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ തമ്മിൽ എല്ലാവരും അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഏത് തരത്തിലായാലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സക്സസ് ആക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വേണം, മാരേജ് വേണം എന്ന ലെവലിൽ തന്നെയാണ് അവരുടെ ചിന്ത മുഴുവൻ. ഓക്കെ, അവരുടെ ഫീലിങ്സ് അതാണെന്ന് കാണുന്നത്. ആൻഡ് ഇവിടെ സെവൻ ഓഫ് കപ്സ് ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നുണ്ട്, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സൈലൻ്റ് ആണ് അവർ, പക്ഷെ അവരുടെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട് അവർക്ക്. ഓക്കെ, അവരെ ലൈഫിലെ ചില സിറ്റുവേഷൻസിനെ കുറിച്ചും ആയിരിക്കാം, ഒരുപാട് സിറ്റുവേഷൻസ് നടക്കുന്നുണ്ട് എന്ന രീതിക്കോ ആയിരിക്കാം. ബട്ട് ഇവിടെ കൂടുതലും എനിക്ക് പറയാം, ഇന്നത്തെ ഫീലിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഹെർമിറ്റ് ആൻഡ് ഇത് എനിക്ക് ഒരു പോസിറ്റീവ് അവയർനെസ്സിലേക്കാണ് വരുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും, അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് അവർ സ്വപ്നങ്ങൾ കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് അങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, നിങ്ങളുമായിട്ട് മുന്നോട്ട് എന്തെങ്കിലും വേണം, ലൈഫ് കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് ട്രൂത്ത്ഫുൾ ആണ്, ലോയൽ ആണ് എന്നൊക്കെ പറയാം. ഓക്കെ, ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യന് ഓക്കെ കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം, ക്ലാരിഫിക്കേഷൻ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്. എനിക്ക് സിക്സ് ഓഫ് പെന്റിക്കിൾസ്, വാവ്, ഫൈവ് ഹൈറോഫന്റ്, പേജ് ഓഫ് സോർഡ്സ്, സ്റ്റാർ കാർഡ്, വാവ്, സീ ദ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ,
ആൻഡ് 3 ഓഫ് അവർ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ഓക്കെ ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ എന്താണോ വേണ്ടത് അത് ചെയ്യാൻ തയ്യാറാണെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഓക്കെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ അവർക്ക് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവും എന്തായാലും. ഓക്കെ അവർക്ക് നിങ്ങളെ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സെപ്പറേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ തമ്മിൽ സിംഗിൾസ് ആവാം മാരീഡ് ആവാം എന്തോ ആയിക്കോട്ടെ ഓക്കെ എന്ത് റിലേഷൻഷിപ്പ് ആയാലും ഓക്കെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർ വല്ലാതെ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ അവരുടെ ലൈഫിൽ പലതും അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ കാരണം അവർക്ക് തോന്നുന്നത് അവർ നിങ്ങളെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ തെറ്റ് ചെയ്യും എന്നൊരു ചിന്തയുണ്ട് അവർക്ക്. ഓക്കെ അവരത് ഏറ്റവും വലിയ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ദൈവം അവരോട് പൊറുക്കില്ല, ന്യായം ചെയ്യണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ ഒരിക്കലും അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ആൻഡ് ഇവിടെ 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവർ നിങ്ങളുമായിട്ട് മേ ബി ഇത് ഈവൻ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ന് പറയും. ഓക്കെ മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പാരൻസിനോട് പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ പറഞ്ഞ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി വർക്ക് ഇടാൻ അവർ തയ്യാറാണ് എന്നാണ്. ഓക്കെ നിങ്ങളുമായിട്ട് നമ്മൾ പറയില്ലേ കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇവിടെ 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഇത്രയും കാലം അവരുടെ ഭാഗത്തുനിന്ന് ഇതിൽ എഫേർട്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എഫേർട്ട് കാണാൻ തുടങ്ങും. ഓക്കെ അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് നിങ്ങൾക്ക് കാണാം. ഹയറോഫൻ്റ് ആണ്. അഗെയിൻ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കാസ്റ്റ് വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടാവാം, കാസ്റ്റ് റിലീജിയൻ വേറെ ആയിരിക്കാം, അങ്ങനത്തെ ചില തടസ്സങ്ങൾ ഉണ്ടാവാം മേ ബി. ഓക്കെ ബട്ട് അവർ അതിനെ ഓവർകം ചെയ്ത് ശരിക്കും ഇത് നമ്മൾ അഗെയിൻ മാരേജ് കാർഡാണ് ഇതും. ഓക്കെ ഇതും മാരേജ് കാർഡാണ്. ഇതും ഞാൻ പറഞ്ഞു ഒരു ആസ് എ മാരീഡ് പേഴ്സൺ ആണ് ഇത് കാണുന്നത്. സോ അങ്ങനെ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു. അവർ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ മാരേജ് ഇപ്പം നടന്നില്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എങ്ങാനും നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനത്തെ വല്ലതുമാണ് നിങ്ങൾക്ക് മാരേജ് പോസിബിൾ അല്ല എന്നുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ നിങ്ങളോട് കമ്മിറ്റഡ് തന്നെയാണ്. അവരുടെ ഫീലിങ്സ് നിങ്ങളോട് വളരെയധികം കമ്മിറ്റഡ് ആണ്. വേണം എന്നുണ്ട് അവർക്ക് കൂടെ. പക്ഷെ മേ ബി ഇനിയിപ്പോൾ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എത്രത്തോളം ആക്ഷൻ എടുക്കാൻ എത്ര പോസിബിൾ ആയിരിക്കും എന്നുള്ളൊരു ചെറിയ ഡൗട്ട് മാത്രം. അത് എല്ലാവർക്കും അല്ല. സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കമ്മിറ്റഡ് ആണ് നിങ്ങളോട്. ഓക്കെ ആൻഡ് ഇവിടെ പേജ് ഓഫ് സോർട്സ് ഉണ്ട്. സോ ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ്. ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ അവർ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി കൊണ്ടുവരിക. ഓക്കെ അഗൈൻ ഇത് രണ്ടും പറയുന്ന ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ്. പേജാണ് ഏസ് ആണ്. രണ്ടും ഒരു തുടക്കത്തിൻ്റെ കാര്യമാണ് പറയാം. ഓക്കെ അവർ ഇത്രയും കാലം അധികം എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഓക്കെ അവരിനി ശരിക്കും പ്രോപ്പർലി എഫേർട്ട് ഇടാൻ തുടങ്ങും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് അവരും ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റാർ ഉണ്ട് ഇവിടെ, പ്രതീക്ഷയാണ്, ഹോപ്പാണ്. അവരും ആഗ്രഹിക്കുന്നുണ്ട്, അവർ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലും വിഷ് ഉണ്ട്. ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ അവർ മനസ്സിൽ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പേഴ്സണെ കൊണ്ട്. ഓക്കെ ഹെർമിറ്റും കണ്ടു, നമ്മൾ ഇതും കണ്ടു. സോ അവരുടെ മനസ്സിൽ അവർ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളോട് അവർ തുറന്ന് പറയുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ അവർ നിങ്ങളോട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബട്ട് കമ്മിറ്റഡ് ആണ് അവർ നിങ്ങളോട്. ഓക്കെ നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. സോ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. എനിക്ക് പേഴ്സൺ കമ്മിറ്റഡ് ആണ്, നോ ഡൗട്ട്. ഓക്കെ നമ്മൾ ലാസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത്. ആക്ച്വലി ഫസ്റ്റ് കാർഡ് വന്നത് ആക്ഷൻ ആണ്. ബട്ട് ഞാൻ തുടക്കത്തിൻ്റെ ആ ഒരു കാർഡിനെ ആക്ഷനായിട്ട് ഞാൻ എടുക്കുന്നില്ല. ലാസ്റ്റിലേക്ക് നമുക്ക് കിട്ടുമോ നോക്കാം. കമ്മിറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ വരും എന്ന രീതിക്കാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ ബട്ട് എന്നാലും ഓക്കെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പേഴ്സൺ കമ്മിറ്റ്മെന്റ് തരും. 3 ആണ്. പക്ഷെ ഇതൊരു റീയൂണിയന്റെ കാർഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ എന്തായാലും എടുത്തേക്കാം ചാടി വന്ന സ്ഥിതിക്ക്. 4 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് wands, എൻ്റെ ആക്ഷൻ എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തുനിന്ന്. സെയിം കാർഡ്. ഓക്കെ അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ട് ആദ്യം ഉണ്ടാവാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. ഓക്കെ ഈ ഒരു സിറ്റുവേഷനിലെ മാറ്റം നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് ഒരു റിയൂണിയൻ പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ കാര്യം. ഓക്കെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വല്ലതും ഉണ്ടെങ്കിൽ, അകൽച്ച വല്ലതും ഉണ്ടെങ്കിൽ, സൈലൻസ് ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും, നിങ്ങളോട് ഫീലിങ്സ് അവർ പറയും. ഓക്കെ അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവർ തുറന്ന് പറയും. ഇതുവരെ അവർ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഒരുപാട് സീക്രട്ട് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് പല കാര്യങ്ങളും. പക്ഷെ അത് നിങ്ങളോട് അവർ തുറന്നു മീൻസ് അവരുടെ ആഗ്രഹം കേട്ടോ. ഓക്കെ അവരുടെ ആഗ്രഹത്തിനെ കുറിച്ച് അവർ നിങ്ങളോട് തുറന്ന് പറയും. നിങ്ങളെ ഒരുപാട് ലൈക്ക് അട്രാക്റ്റീവായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവായിട്ട് അവർക്ക് അറിയാം നിങ്ങൾ എവിടെയോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവർക്കും അറിയാം. അവർക്കും ആ ഒരു ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് അവർക്ക് അറിയാം that നിങ്ങളാണ് അവരുടെ പേഴ്സൺ എന്നുള്ളത്. ഓക്കെ കമ്മ്യൂണിക്കേഷൻ വരും. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അവർ ഐ തിങ്ക് മനസ്സിൻ്റെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. ആൻഡ് ഇവിടെ
ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, റിയൂണിയൻ പ്രതീക്ഷിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പോസിബിൾ ആയവർക്ക് തീർച്ചയായിട്ടും ഒരു മാരേജ് പ്രതീക്ഷിക്കാം. ഇതും ഒരു തരത്തിൽ നിങ്ങൾ സൊസൈറ്റി ആയിട്ടും നമ്മൾ മറ്റുള്ളവരെ മുമ്പിലും ഒക്കെ അറിഞ്ഞുകൊണ്ടും ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മാരേജ് സെറമണി എന്ന രീതിക്കൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി. മെയിൻ ആയിട്ട് അവർ കാര്യങ്ങൾ തുറന്നു പറയും. യെസ്, അവർ മനസ്സിൽ ഹിഡൻ ആയിട്ട് വെച്ച കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സ് അവർ തീർച്ചയായിട്ടും അത് തുറന്നു പറയും. നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ വേണം എന്ന റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അവർ തുറന്ന് ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ഓക്കെ, അതും സ്ലോലി ആയിരിക്കും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യുക കുറച്ച് ക്ഷമയോടെ. ഓക്കെ, പേഴ്സൺ വരട്ടെ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഞാൻ മെസ്സേജ് എടുക്കുന്നുണ്ട്. പേഴ്സൺ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. 9 of Pentacles. Wow. Okay, great. I feel this deep sensual bond. Okay, ഞാൻ പറയാം. Empress card, High Priestess, same thing. The Sun. 6 of Wands, same cards. Queen of Pentacles, same card. 3 of Pentacles, same card. And ഇത് നേരത്തെ ഞാൻ ബോട്ടം കണ്ടിരുന്നു, വീണ്ടും ബോട്ടം വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് 10 of Cups. Oh my God, beautiful, beautiful energy. Okay, I am enjoying my life right now. I have everything I need. I am whole and complete, irrespective of being in a relationship or not. Okay, person ഇപ്പം തൽക്കാലം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം. അത് പക്ഷേ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നത്, അവരിപ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ ലൈഫ് അവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുകയാണ്. അതായത് ചിലവർക്ക് മേ ബി അവർ ഓൾറെഡി മാരീഡ് ഒക്കെ ആണെങ്കിൽ അതിനെ വിട്ട് മാറി സെപ്പറേറ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി കാര്യങ്ങൾ ഓക്കെ അവർ ലൈഫ് ഒന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് വേണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ എംപ്രസ്സും ഉണ്ട്, ഹൈ പ്രീസ്റ്റസും ഉണ്ട്. നിങ്ങളുമായിട്ട് ഡീപ്പ് സെൻഷ്വൽ ബോണ്ടാണ് ഇവിടെ. ആൻഡ് ഇവിടെ ഡീപ്പ് സ്പിരിച്വൽ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ബോണ്ട് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് കണക്ഷനാണ് അവർ ഫീൽ ചെയ്യുന്നത്. ആൻഡ് എംപ്രസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ആസ് എ ഹസ്ബൻഡ് ഓർ വൈഫ് നിങ്ങളെടുത്തോളൂ. എനിക്ക് മാരേജ് മെറ്റീരിയൽ ആണ് എന്ന് പറയും. അതായത് നമ്മൾ മാരേജ് ചെയ്താൽ നല്ലതാണ് എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ഫോർ ഡീപ്പ് ലവ്, പാഷൻ, ഗ്രോത്ത് ആൻഡ് അബൻഡൻസ് എന്ന് അവർക്കറിയാം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഇവിടെ സ്പിരിച്വൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു സ്പിരിച്വലി കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്, സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ, യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ, ഇറ്റ് ഈസ് ഓൺലി യു ദാറ്റ് ഐ വോണ്ട് എന്ന് പറയുന്നുണ്ട്. സണ്ണാണ് നിങ്ങൾ, അവർ സണ്ണാണെന്നാണ് പറയുന്നത്. അവർ സന്തോഷം നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ്. ഓക്കെ, അവരുടെ ഹാപ്പിനെസ് നിങ്ങളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യു മേക്ക് മീ ഫീൽ ലൈക്ക് എ ഹീറോ ആൻഡ് ഐ ലവ് ദാറ്റ്. 6 of Wands ഞാൻ പറഞ്ഞു വിക്ടറി ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഹീറോ ആവാൻ അവർ ഹീറോയിൻ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നു. ബിക്കോസ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവർക്ക് സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അവർക്കൊരു ജയിച്ചു എന്നുള്ള ഫീലിംഗ് നിങ്ങളുമായിട്ട്. അഗെയിൻ ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ്. സോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മാരേജിന് കമ്മിറ്റ്മെന്റ് യെസ് ആണിത്. ലവ് ഫോർ മീ ഈസ് ഓൾ അബൌട്ട് ന്യൂച്ചറിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. യെസ്, അവർ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുകയാണ്. അവരെ ലൈഫിനെ സ്റ്റേബിൾ ആക്കിയിട്ട് ഏണിങ്ങും കാര്യങ്ങളൊക്കെ വേണം. സോ എന്നാൽ മാത്രമേ ഒരു ലൈഫ് വേറെ ആൾക്ക് നല്ല ലൈഫ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നവർ ചിന്തിക്കുന്നത്. മെച്യൂർഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. ഗുഡ്, നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് കമ്മിറ്റ്മെൻ്റ് കാര്യം കാണുന്നുണ്ട് ഇവിടെ അഗെയിൻ. ആൻഡ് ഇവിടെ വർക്ക് വിത്ത് മീ ഓൺ മേക്കിംഗ് അവർ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ. ഞാൻ പറഞ്ഞില്ല നേരത്തെ 3 of Pentacles ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഐ ക്രേവ് ഫോർ യുവർ കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ. നിങ്ങളും അവരെ മനസ്സിലാക്കാനും അവരെ കൂടെ നിൽക്കാനും ഒന്നിച്ച് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ഇവിടെ ഐ വോണ്ട് ടു മേക്ക് യു മൈൻ ഫോർ എവർ. ഡെഫിനറ്റ്ലി ഫാമിലി. 10 of Cups നമ്മളെ ഹാപ്പി ഫാമിലി എന്ന രീതിക്കാണ് പറയാം. ആൻഡ് മൈ ലവ് ഫോർ യു ഇസ് ഓവർഫ്ലോയിങ്. Ace of Cups അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. അതിപ്പോൾ അവർ തുറന്ന് പറയുന്നില്ല, അത് മാത്രമാണ് ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഓക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ റീഡിങ് നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക ദാറ്റ് ഓക്കെ ഇത് തന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്നത്. പേഴ്സൺ എന്നോട് തുറന്ന് പറയാതെയാണ്. അവരുടെ മനസ്സിൽ ഞാനുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയാം, ഫാമിലി ഉണ്ട് എന്നറിയാം, തടസ്സം ഉണ്ടെന്നറിയാം, എന്തൊക്കെ അറിഞ്ഞാലും നിങ്ങൾ പറയാം എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, മനസ്സിൽ ഡീപ്പ് ഡൗൺ അവർക്ക് എന്നോടാണ് സ്നേഹം, ഞാനാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയെങ്കിലും അവർ എല്ലാം സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവരെല്ലാം ശരിയാക്കി എൻ്റെ അടുത്തേക്ക് തന്നെ വരും എന്ന് നിങ്ങൾ വിശ്വാസം വയ്ക്കാം. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫും അതേപോലെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അവർ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു, നിങ്ങളും സ്റ്റേബിൾ ആവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിന് ബെറ്റർ നിങ്ങളാക്കുക. അവർ വരട്ടെ. ഓക്കെ, ജസ്റ്റ് എന്ന് വെച്ച് കാത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പി ആയിട്ട് കാത്തിരിക്കണം.
അല്ലാതെ സങ്കടപ്പെട്ട് വന്നില്ലല്ലോ അവിടെ ഇതാണോ അവിടെ ഇതൊക്കെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് തന്നെ നടക്കുള്ളൂ കേട്ടോ. ഞാൻ വാർണിംഗ് തരുവാണേ, ഓർത്ത് വെച്ചോളൂ. സോ എനിവേ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.